കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. തെക്കേ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടത്തെ ഭഗവതി സർവ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. പൊതുവെ കേരളീയരുടെ കുലദൈവം, ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി എന്ന് വിശ്വാസം. പുരാതന കാലം മുതൽക്കേ ഊർവരത, കാർഷിക സമൃദ്ധി, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, പ്രകൃതി, യുദ്ധവിജയം, രോഗവിമുക്തി, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, വിദ്യ തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. ഇതിന്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. കുംഭമാസത്തിൽ, അതായത് ഫെബ്രുവരി, മാർച്ച് കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു. മകര കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം, അട, മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഇന്നിത് ശാക്തേയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് എന്നാണ് വിശ്വാസം. അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഉത്സവമാണ് എങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും, വിശിഷ്യ തെക്കൻ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ദേവീഭക്തരും ശക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. പൊങ്കാലയ്ക്കായി ഭഗവതി തന്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. മാത്രമല്ല, ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല ഇടാറുണ്ട്. കോവിഡ് നിയന്ത്രണ കാലത്ത് പോലും ഇത്തരത്തിൽ വീടുകളിൽ പൊങ്കാല നടന്നിരുന്നു. ആറ്റുകാലിൽ പൊങ്കാല ഇട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. സ്ഥിരം പൊങ്കാല ഇടുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എത്ര പേർക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം അറിയാം? ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടായിരുന്നെങ്കിലും കാരണവർ തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു. തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദിപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി: നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്ന് നിന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു.
തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ലോകമാതാവായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നായിരുന്നു വിശ്വാസം. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ, തൃശൂലം, അസ്ഥിഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരിക വധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ദാരിക വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. തോറ്റംപാട്ടിൽ നിരപരാധിയായ തന്റെ ഭർത്താവിനെ പാണ്ഡ്യ രാജാവ് അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട വടക്കുംകൊല്ലത്തെ കന്യാവ് ഭയങ്കരമായ കാളീരൂപം ധരിച്ച് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തന്റെ കോപാഗ്നിയാൽ മധുരാ നഗരത്തെ ദഹിപ്പിച്ചു. ഒടുവിൽ മധുര മീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം. ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യമർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ്. 9-ാം ദിവസത്തിലെ തോറ്റംപാട്ടിൽ സ്വർണ്ണപ്പണിക്കാരനെ കുലത്തോടെ മുടിച്ച് ശ്രീ ഭദ്രകാളി പാണ്ഡ്യരാജാവിന്റെ മുന്നിലേക്ക് എഴുന്നള്ളുകയാണ്. പാണ്ഡ്യനാട് വിറയ്ക്കുന്നു. പാണ്ഡ്യൻ എല്ലായിടത്തും കാവലേർപ്പെടുത്തി. എന്നാൽ അമ്മ അവരെ എല്ലാം തന്റെ വാളിനിരയാക്കി തുടർന്ന് രാജസന്നിധിയിൽ എത്തുന്നു. പാട്ടിലെ വർണ്ണന ഇങ്ങനെ: 3000 കോടി മൂർഖം പാമ്പിനെ മുടിയിൽ വെച്ച് ധരിച്ച്, 4000 കോടി നാഗപാമ്പുകളെ നടുവിൽ വെച്ച് ധരിച്ച്, 7000 കോടി ഏകപാമ്പുകളെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ധരിച്ച്, ഒരു കൊലയാനയെ പുഷ്പമായിട്ട് വെച്ച് ധരിച്ച്, 2 കൊലയാനകളെ ഉഷക്കാതിലും വെച്ച് ധരിച്ച്, വലത്തെ കരത്തിൽ പള്ളിവാളും ഇടത്തെ കരത്തിൽ തൃശൂലവും സർവ ആയുധങ്ങളും കൈകളിൽ വെച്ച് ധരിച്ച് ഭദ്രകാളി ഭഗവതി ഉഗ്രരൂപിണിയായി നിൽക്കുകയാണ്. ഇത് കണ്ടു വിറച്ച പാണ്ഡ്യൻ അമ്മയോട് മാപ്പിരക്കുന്നു. അമ്മേ, ഹരന്റെ തിരുമകളെ, എന്നെ കൊല്ലരുത്. അടിയൻ പിഴച്ച പിഴകൾ പെറ്റമ്മ മാതാവ് പിഴ പൊറുക്കുന്ന പോലെ എന്നോട് ഞാൻ ചെയ്ത പിഴകൾ അമ്മ പൊറുക്കണം. അടിയൻ അമ്മയ്ക്ക് പലതരം നേർച്ചകൾ തരാം. തോറ്റംപാട്ട് നേർച്ച, ആടുവെട്ടി ഗുരുസി, കോഴിവെട്ടി ഗുരുസി, പിള്ളത്തൂക്കം, ഗരുഡൻ കെട്ട്, കുതിരകെട്ട് നേർച്ച എന്നിവയൊക്കെ തരാമെന്ന് പറഞ്ഞ് തൊഴുതു കേഴുന്നു പാണ്ഡ്യൻ. അധർമ്മിയായ പാണ്ഡ്യന്റെ ശിരസ് അമ്മ അറുക്കുന്നു. പാണ്ഡ്യന്റെ ശരീരത്തിനെ അമ്മ കണ്ണം തുന്നമായി വെട്ടി കാളികൾക്കും കൂളികൾക്കും ഭക്ഷിക്കാൻ കൊടുക്കുന്നു. വേതാളി എന്ന ഭദ്രകാളി വാഹനമായ ഭയങ്കരിയാകട്ടെ ഗുരുസിയിൽ കളിച്ച് തിമിർക്കുകയാണ്. എന്നിട്ട് ഖണ്ഡാകർണനെ വിളിച്ച്, കുഞ്ഞെ ഖണ്ഡാകർണ, പാണ്ഡ്യൻ ശിരസ് നീ സൂക്ഷിച്ചു കൊള്ളുക. എന്റെ കാൽച്ചിലമ്പ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് പാണ്ഡ്യ സദസ്സിലെത്തുന്നു. അപ്പോൾ കാൽച്ചിലമ്പുകൾ അവിടെ നിന്ന് കിലുങ്ങി. അമ്മ നോക്കിയപ്പോ ആ 2 ചിലമ്പുകളും മാതാവിന്റെ കാലിൽ വന്ന് ചേർന്നു. തുടർന്ന് പാണ്ഡ്യൻ പൊട്ടക്കിണറ്റിൽ തള്ളിയ അയാളുടെ പത്നിയായ പെരുന്തേവിയെ അമ്മ കണ്ടെത്തി. ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കിണറ്റിൽ കിടക്കുകയായിരുന്ന ദേവീഭക്തയായ പെരുന്തേവി തൃശൂലം നീട്ടിയതും അവർ അതിൽ പിടിച്ച് കരയ്ക്ക് കയറി. അമ്മ പെരുന്തേവിയുടെ വലത്തെ മാറിടം പറിച്ചെടുത്തെറിഞ്ഞു. അത് വന്ന് വീണ ഇടത്ത് അമ്മൻ കോവിൽ ഉണ്ടായി. പെരുന്തേവിക്ക് വരങ്ങൾ നൽകി 3 പെരുംവഴി ചേരുന്നിടത്ത് അമ്മൻ കോവിലിൽ നീ മുത്താര അമ്മയായി വാഴുക. കുംഭത്തിലെ ചെറുഭരണി മുതൽ മീനത്തിലെ ഇളംഭരണി വരെ നിന്റെ ആഘോഷങ്ങൾ നടത്തപ്പെടും എന്നിങ്ങനെയുള്ള പല വരങ്ങൾ മുത്താരമ്മയ്ക്ക് നൽകി. തുടർന്ന് ഖണ്ഡാകർണനിൽ നിന്ന് പാണ്ഡ്യ ശിരസ് കയ്യിൽ വാങ്ങി ആ തട്ടഹസിച്ച് കൈലാസപുരത്ത് മഹാദേവനെ കാണാൻ വരികയാണ് ശ്രീ ഭദ്രകാളി. ശ്രീ പരമേശ്വരനെ എന്നും തൃക്കാഴ്ച കാണാം. പാണ്ഡ്യ ശിരസ് കൈലാസത്തിൽ അത്തിയരയാളിൻ വലം കുമ്പത്ത് ദാരികൻ ശിരസിന്റെ ഇടതു ഭാഗത്ത് കൊണ്ട് തൂക്കിയിടുന്നു. ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹത്തിനായി ഭക്തരുടെ പൊങ്കാല സമർപ്പണം നടക്കുന്നു. പലപ്പോഴും തോറ്റംപാട്ടിലെ ഐതിഹ്യ കഥകൾ നമ്മൾ കേൾക്കാതെ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നു.